നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഷേക്കിങ്, ഇളക്കം നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും വീഡിയോ കാണുമ്പോഴേ. ഇത് ഒഴിവാക്കാൻ സാധാരണഗതിയിൽ മൊബൈൽ സ്റ്റെബിലൈസർ അഥവാ ഗിംബൽ പോലുള്ള ഉപകരണങ്ങൾ, ഇതാണ് ഗിംബൽ എന്ന് പറയുന്ന ഉപകരണം. വിലപിടിപ്പുള്ളതാണ്. 5000 മുതൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വില. സാധാരണക്കാരന് വാങ്ങിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഉപകരണം കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റെബിലൈസ് ചെയ്യും. നേരത്തെ കണ്ട വീഡിയോ ഏകദേശം ഇതേപോലെ ആയിരിക്കും. പക്ഷേ ഇത് ഗിംബൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതല്ല. നേരത്തെ കണ്ട അതേ വീഡിയോ ഈ രൂപത്തിലാക്കിയെടുത്തതാണ്. അതിന് നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്നാണ് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ മൊബൈൽ എടുക്കുക, അതിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഭാഗം കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഏത് വീഡിയോ ആണോ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഇത്തരത്തിലൊരു ഭാഗം കാണാം. ചിലടത്ത് അവിടെ സ്റ്റെബിലൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഒരു അടയാളം കാണുക. അപ്പോൾ മൊബൈൽ സ്റ്റെബിലൈസ്, ആ മൊബൈലിലെ ഏത് വീഡിയോ ആണോ അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടാവും. ശേഷം നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കുക, രണ്ടു കൂടിയുള്ള വ്യത്യാസം എങ്ങനെയുണ്ട്. രണ്ട് വീഡിയോകൾ ഒരേ സമയത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. മുകളിൽ കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുൻപും താഴെ കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷവുമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ തന്നെ ഇത്തരത്തിൽ സ്റ്റെബിലൈസ് സംവിധാനമുണ്ട്. പലരും അത് ഉപയോഗിക്കാറില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു IN ONE. ഞാൻ മുസ്തഫ കൈമലശ്ശേരി. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എഡിറ്റ് ചെയ്ത വീഡിയോയും എഡിറ്റ് ചെയ്യാത്ത വീഡിയോയും മാറി മാറി കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ കാണുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. മറ്റൊന്നല്ല പറഞ്ഞു വരുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ മനോഹരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം, അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് തൊട്ടിട്ട് ഒരു 10-15 അധ്യായങ്ങളിലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, നിലവിൽ യൂട്യൂബ് ചാനലുള്ളവർ, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഓൺലൈനിൽ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ ഒരുപാട് വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യേണ്ട അധ്യാപകർ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സിനിമകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കലാകാരന്മാർ, സാധാരണക്കാർ, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതായിരിക്കും തുടർന്നുള്ള അധ്യായങ്ങൾ. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ തുടർന്നുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അധ്യായങ്ങൾ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്തിട്ട് ആൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും കാണാനും സാധ്യമാകുള്ളൂ.